സാൻ തോം സ്ക്വയർ പ്രാരംഭഗാനം ആലപിക്കുന്നതാണ്. ഓപ്പണിംഗ് സോങ്ങിനായിട്ട് നമ്മുടെ കൊയർ സാൻ തോം സ്ക്വയറിനെ ക്ഷണിക്കുന്നു. പ്രോഗ്രാം ആരംഭിക്കുന്നു. കൊച്ചമ്മയെ കൂടെ സ്റ്റേജിലേക്ക് വിളിക്കും. ഇപ്പോൾ ഡോക്ടർ മാത്യു തോമസ് പ്രാർത്ഥിച്ച് യോഗം ആരംഭിക്കും. ഞങ്ങളെ അളവിടാതെ സ്നേഹിക്കുകയും കരുതുകയും ഞങ്ങളുടെ ജീവിതയാത്രയിൽ മുന്നോട്ട് ഞങ്ങളെ നയിക്കുകയും ചെയ്യുന്ന സ്വർഗസ്നായ പിതാവേ, ഈ പരിശുദ്ധ ദിവസത്തിൽ രാവിലെ സമയത്ത് ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് ഈ ആലയത്തിൽ കൂടി വന്ന് നിന്നെ ആരാധിക്കുവാൻ ഒരു അവസരം തന്നതിനായിട്ട് ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ആരാധനയിൽ ഞങ്ങൾ ആത്മീയമായിട്ട് മുന്നോട്ട് പോകുവാനും കേട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കൂടുതലായിട്ടുള്ള ശക്തി തരണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങൾ ഈ സമയം വീണ്ടും ഒരുമിച്ച് കൂടുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛന് 25 വർഷം കശീശ പട്ടം കെട്ടി കഴിഞ്ഞിരിക്കുകയാണല്ലോ. നിൻ്റെ മകനോട് കൂടെ ഇത്രയും കാലം ഉണ്ടായിരുന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, കൊച്ചുമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂടെ നിന്ന് എല്ലാത്തിലും നിൻ്റെ മകനെ കൂട്ടുനിന്നതിനായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നൽകിയ പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മിടുക്കരായിട്ട് അവർ പഠിച്ച് നല്ലതായിട്ട് മുന്നോട്ട് പോകുവാൻ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, അച്ഛനിരുന്ന എല്ലാ ഇടവകൾക്കും ആത്മീയമായിട്ടുള്ള
മുന്നേറ്റം നീ കൊടുത്തതിനായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം. ഈ പ്രോഗ്രാമിൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ. നിന്റെ മകന് ഭാവിയിൽ കൂടുതലായിട്ടുള്ള ശക്തിയും ബലവും അനുഗ്രഹങ്ങളും കർത്താവെ നീ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇടവക കൂടുതൽ ആത്മീയമായിട്ട് ശക്തി പ്രാപിച്ച് നിൻ്റെ മകൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുവാൻ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും കരുണയും കൃപയും തരണമെന്ന് അപേക്ഷിക്കുന്നു. കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. ഈ യോഗത്തിൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ. യേശുവിൻ്റെ നാമത്തിലുള്ള ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. ഇപ്പോൾ വെൽക്കം സ്പീച്ച് ബൈ മിസ്റ്റർ ജേക്കബ് ജോർജ്, വൈസ് പ്രസിഡന്റ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഏറ്റവും ബഹുമാനമുള്ള എമറീസ് അച്ഛൻ, രജത ജൂബിലിയുടെ നിറവിൽ നിൽക്കുന്ന നമ്മളുടെ പ്രിയമുള്ള എ.ടി. തോമസ് അച്ഛൻ, കൊച്ചമ്മ, ഫിലോ അച്ഛൻ, വന്നുകൂടിയിരിക്കുന്ന ഇടവജനമേ, ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമായത് എനിക്ക് തോന്നുന്നു നമ്മുടെ പള്ളിയെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പ്രിയപ്പെട്ട എ.ടി. തോമസ് അച്ഛൻ്റെ വരവോടുകൂടിയായിരുന്നു. അച്ഛൻ്റെ വരവ് ഈ പള്ളി അങ്കണത്തിലേക്കുള്ള ആദ്യത്തെ കാൽവയ്പ് തന്നെ ഒരു ചരിത്രത്തിൽ ഇടം നേടിയ അല്ലെ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു വരവായിരുന്നു. അതൊരു ഒന്നൊന്നര വരവായിരുന്നു. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം മിക്കവാറും എല്ലാവർക്കും അറിയുകയും ചെയ്യാം. മോറോവർ അച്ഛൻ ഇത് പല പ്രാവശ്യം പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുള്ളതായിട്ട് അത് ഞാൻ അവിടെ നിർത്തുക. എന്നാൽ അന്ന് തന്നെ വൈകിട്ടൊരു കൈസ്ഥാന സമിതി ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അതൊരു വിചിത്രമായ അല്ലെങ്കിൽ ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തേണ്ട ഒരു വികാരിയും ഒരിക്കൽ ഒരു പള്ളിയിൽ ജോയിൻ ചെയ്യുന്ന അന്ന് തന്നെ ഒരു ഇടവക കൈസ്ഥാന സമിതിയുടെ അധ്യക്ഷം വഹിക്കേണ്ട സാഹചര്യം ഉണ്ടായിക്കൊണ്ടെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ അറിവിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ അതൊരു ചരിത്ര സംഭവം തന്നെയായിരുന്നു. പക്ഷേ ഇടവക കൈസ്ഥാന സമിതി കൂടിയെന്നുള്ളതല്ല, ആ യോഗത്തിൻ്റെ ആ മീറ്റിങ്ങിൻ്റെ പ്രസക്തിയാണ് ഏറ്റവും പ്രധാനമുള്ളത്. അച്ഛനെ ഒരു വളരെ ഗൗരവമേറിയ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു അന്ന് ആ കമ്മിറ്റി കൂടിയത്. ഞാൻ ചിന്തിച്ചു അന്ന് ഒരുപക്ഷെ അച്ഛൻ പറയും എനിക്ക് അല്പം കൂടി സമയം വേണം, അല്ലെങ്കിൽ എനിക്ക് അതിനെപ്പറ്റി ഒന്ന് പഠിക്കണം എന്നൊക്കെ പറയാനുള്ള സാധാരണ മനുഷ്യമായ ബുദ്ധിയിൽ അങ്ങനെയൊക്കെ ആയിരുന്നു അച്ഛൻ പറയേണ്ടതെന്നാണ് എൻ്റെ ചിന്ത. പക്ഷേ അച്ഛൻ അങ്ങനല്ല പറഞ്ഞത്. ആ കുറച്ച് പേര് കമ്മിറ്റി മെമ്പേഴ്സ് പറഞ്ഞത് അതുപോലെ ഏറ്റെടുത്തുകൊണ്ട് അച്ഛൻ ആ ഗൗരവമേറിയ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അതിൻ്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഓർക്കുക, പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇടവകയിലെ അച്ഛൻ പള്ളി പുരയിടത്തിലെ മരം വെട്ടിമുറിച്ചു വിറ്റു എന്നൊരു ആരോപണം ഉണ്ടായി. ഇത് മരമല്ല, പള്ളി പുരയിടം തന്നെ വിൽക്കാൻ വേണ്ടിയാണ് അച്ഛൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. പക്ഷെ അത് ഇടവയുടെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. അന്നൊരു പക്ഷേ അച്ഛൻ ആ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നുവെങ്കിൽ ഇടവക ഒരു പ്രതിസന്ധിയിലേക്ക് കടക്കാനുള്ള സാധ്യത വളരെ ഉണ്ടായിരുന്നു. ഇടവകയെ അങ്ങനെ അച്ഛൻ രക്ഷിച്ചു എന്ന് തന്നെ ഞാൻ പറയുന്നു. അല്പം താമസിച്ചെങ്കിലും അച്ഛനെ എൻ്റെ വ്യക്തിപരമായ നിലയിലുള്ള നന്ദി അറിയിക്കുന്നു, അഭിനന്ദനം അറിയിക്കുന്നു. അച്ഛനത് സ്വർഗീയമായ ഒരു കൃപ ലഭിച്ചതുകൊണ്ട് മാത്രമാണ് ആ തീരുമാനം എടുക്കാൻ സാധിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് 24 മെയ് മാസം 1-ാം തീയതി നടന്നതാണെങ്കിൽ 31-ാം തീയതി ആ മാസത്തിൻ്റെ അവസാന ദിവസവും വീണ്ടും ഒരു ചരിത്ര സംഭവം തന്നെ ഈ പള്ളിയിലുണ്ടായി. അത് പെട്ടെന്ന് കേൾക്കുമ്പോൾ അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ലെന്ന് തോന്നുന്നു. എന്നാലും നമ്മളുടെ കണക്ക് പാസ്സാക്കേണ്ട സമയമെല്ലാം കഴിഞ്ഞു. അന്നിവിടെയും കണക്ക് പാസ്സായി. പക്ഷേ അതൊരു വിചിത്രമായ രീതിയിലുള്ളൊരു കണക്കായിരുന്നുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട. കണക്കിലൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. ചില സാങ്കേതിക പ്രശ്നങ്ങളില്ലായിരുന്നെങ്കിലും ഒരു പള്ളിയിലും ഈ രീതിയിലൊരു കണക്ക് പാസ്സാക്കി കാണത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പള്ളി വന്ന് മാത്രമല്ല, ഒരു പ്രസ്ഥാനത്തിലും ആ രീതിയിലൊരു കണക്ക് പാസ്സാക്കി കാണത്തില്ല. പക്ഷേ അച്ഛൻ്റെ പ്രാർത്ഥനയും എന്ന് മാത്രമല്ല അച്ഛൻ്റെ നയം, അച്ഛൻ്റെ ഒരു സർക്കസുകാരൻ്റെ മെയ്വഴക്കം ഒക്കെ ഞങ്ങളവിടെ കണ്ട ഒരു ദിവസമായിരുന്നു അന്ന്.
ആരെയും പണക്കാതെ എല്ലാവരെയും കയ്യിലെടുത്ത് നല്ല വാക്കുകൾ പറഞ്ഞ് കണക്ക് പാസ്സാക്കി എടുത്തു. ഇതൊക്കെയാണ് ഞാൻ അച്ഛനിൽ കാണുന്ന പ്രത്യേകത. പിന്നെ അച്ഛൻ ഒരു ജനകീയ അച്ഛനാണ്. കുർബാന കഴിഞ്ഞ അച്ഛൻ പള്ളിമുറ്റത്തുണ്ടല്ലേ, ഇടവേള ജനങ്ങളുടെ ഇടയിലുണ്ട്. അതുകൊണ്ടാണല്ലോ അച്ഛൻ പല ഇടവേള 5 വർഷമൊക്കെ ഇരുന്ന്, ഇല്ലെങ്കിൽ 3 വർഷത്തിനകം അവിടുന്ന് ഒക്കെ പോയിണ്ട് വന്നേനെ. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കട്ടെ. ഇന്ന് നമ്മളുടെ ഈ എളിയ യോഗം, അനുമോദന യോഗം, അതിൽ പങ്കെടുക്കുവാനായി ഇവിടെ വന്നിരിക്കുന്ന നമ്മളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ E.T. തോമസ് അച്ഛനെ സസന്തോഷം ഇടവകയുടെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി, അതാണ് എനിക്ക് കൊച്ചമ്മയെ പറ്റി പറയാനുള്ളത്. അച്ഛൻ ഒരടി മുമ്പോട്ട് വെച്ചാൽ കൊച്ചമ്മ 2 അടി, അടിയല്ല, ഐ മീൻ മെഷർമെൻ്റാണ് അച്ഛൻ ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ള ഒരു കൊച്ചമ്മയാണ് സ്മിത കൊച്ചമ്മ. കൊച്ചമ്മയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ അച്ഛൻ്റെ 2 മക്കളുമുണ്ട്, ക്രിസും ജിസും. അവരെ 2 പേരെയും സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. പിന്നെ യോഗാധ്യക്ഷൻ എം വർഗീസ് അച്ഛനെ പറ്റി നമ്മൾ കുറേ കാലമായി കേൾക്കുന്ന ഒരു സ്ഥിരം പല്ലവി തന്നെ പറഞ്ഞ് ഞാൻ അച്ഛനെ ഒന്ന് വിശേഷിപ്പിക്കുകയാണ്. ഇടവകയുടെ ഏതാവശ്യത്തിനും ഓടിയെത്തുന്ന അച്ഛൻ. അച്ഛൻ തന്നെ അത് കേട്ട് മടുത്തിരിക്കാമെന്ന് എനിക്കറിയാം, എന്നാലും പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാനും ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പറയുന്നത്. ഇന്നും ഈ അച്ഛൻ കഴിഞ്ഞ ആഴ്ചയൊക്കെ അച്ഛൻ സുഖമില്ലാതിരിക്കുകയായിരുന്നു, എന്നിട്ടും അച്ഛൻ വന്നു, ഇതിൽ സംബന്ധിക്കുന്നു. സസന്തോഷം ഇടവകയുടെ പേരിൽ ഉള്ള സ്വാഗതം അറിയിക്കുന്നു. നമ്മളുടെ പ്രിയപ്പെട്ട ഫിലോ അച്ഛൻ, അച്ഛൻ നമ്മളൊരാളായി തന്നെ മാറിക്കഴിഞ്ഞ് ചുരുങ്ങിയ കാലം കൊണ്ട് അച്ഛനെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഈ യോഗത്തിൽ നല്ല ഗാനങ്ങളൊക്കെ ആലപിച്ച് നമ്മളുടെ യോഗത്തിൽ എൻ്റെ ഒരു മേന്മ ഒരു പടി കൂടി മുമ്പോട്ട് കൂട്ടുന്ന നമ്മുടെ കൊയർ, അവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൻ്റെ പ്രാരംഭ പ്രാർത്ഥന നിർവഹിച്ച ഡോക്ടർ മാത്യു തോമസ് സ്വാഗതം അർഹിക്കുന്നു. ഇടവകയിൽ വന്നുകൂടിയിരിക്കുന്ന ഇടവക ജനങ്ങളെ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ പിൻവാങ്ങുന്നു. താങ്ക് യു. രണ്ട് മൂന്ന് ആഴ്ചയ്ക്കുള്ളിൽ 50 വർഷക്കാരൻ 25 വർഷക്കാരന് ആശംസ അർപ്പിക്കുന്ന അപൂർവ അവസരമാണ്. അത് ഞാൻ നന്നായി ആസ്വദിക്കുന്നു. E.T. തോമസ് അച്ഛൻ്റെ മുന്നിൽ ഇനി ഒരുപാട് യാത്ര മുന്നിലുണ്ട്, ദൂരം മുന്നിലുണ്ട്. അത് കുടുംബമായി അവരത് ഓടിത്തീർക്കാൻ ദൈവത്തിൻ്റെ അധിക കൃപ, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നിൻ്റെ മക്കൾക്ക് കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഫിലിപ്പ് ജോർജ് അച്ഛൻ നമ്മുടെ ഇടവകയുടെ എത്രമാത്രം അവിഭാജ്യ ഘടകമായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അച്ഛൻ പോകുന്ന സമയത്ത് ഇനി എന്ത്, ഇനി എങ്ങനെ, ഇനി എന്താകുമെന്ന പാട്ട് എല്ലാവരുടെയും മനസ്സിനകത്ത്, ഹൃദയത്തിനകത്തൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അച്ഛനും കൊച്ചമ്മയും പാട്ടുപാടി നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ കയറിപ്പറ്റി. ആ ഒരു നന്മ അച്ഛൻ്റെ ദൈവത്തോടുള്ള ബന്ധത്തിലും നിഷ്കളങ്കമായ ജീവിതത്തിൻ്റെ ഭാഗമാണ് അച്ഛനും കൊച്ചമ്മയും കുഞ്ഞുങ്ങളും ഈ ഇടവകയുടെ ഏറ്റവും നല്ല എല്ലാവരുടെയും ഹൃദയത്തിൽ പ്രവേശിക്കാനായിട്ടിടയായത്. ഞാൻ പട്ടമേൽക്കുന്ന സമയത്ത് ചില ഇൻ്റർവ്യൂ ബോർഡിൽ, അന്ന് ആദ്യം ഇൻ്റർവ്യൂ ആണ്, അതിന് പോകുന്ന സമയത്ത് 2-3 ചോദ്യങ്ങളൊക്കെ ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇല്ല വലിയ ആളുകൾ ഉണ്ടായിരുന്നു വേദിയിൽ, രക്ഷിക്കപ്പെട്ടതാണോ എന്നൊക്കെയുള്ള പല ചോദ്യങ്ങളുണ്ട്. ഇന്ന് വേദപുസ്തകം വായിച്ചോ? ഞാൻ വെളുപ്പിന് 4 മണിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് ബസ് കയറിപ്പോൾ. വേദപുസ്തകം വായിച്ചതാണോ? ഇന്ന് ഏത് ഭാഗമാണ് വായിച്ചത്? ഇങ്ങനെ തുടങ്ങിയുള്ള പല ചോദ്യങ്ങളിലതുണ്ടായിരുന്നു. എനിക്കൊന്ന് ഈ അടുത്ത കാലത്ത് ഈ ചോദ്യത്തിൻ്റെ സ്വഭാവം മാറി. ഇന്ന് കാൻഡിഡേറ്റ്സിനോട് ചോദിക്കുമെന്നാണ് എൻ്റെ വിചാരം, ഡാൻസ് അറിയാമോ എന്ന്. ഞങ്ങളോട് ചോദിച്ച ചോദ്യമല്ല ഇന്ന് എനിക്ക് തോന്നുന്നു ഈ ഡാൻസും പാട്ടും
കാൻഡിഡേറ്റ്സ് അറിഞ്ഞിരിക്കണമെന്നുള്ള ഒരു നിബന്ധന ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു. ഈ അച്ഛനും ഫിലോച്ചനും ഒക്കെ ആ ഒരു തലമുറയിലേക്കാണ് പാട്ടുപാടി ഡാൻസ് ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ കീഴടക്കുന്ന, നമ്മുടെ മനസ്സുകളെ കീഴടക്കുന്ന അവസ്ഥയിലാണ്. അത് ഇനിയും കുറച്ചുകൂടെ പോകുമ്പോൾ ഈ ചോദ്യങ്ങളും രീതിയൊക്കെ വ്യത്യസ്തമാകുമായിരിക്കും. ദൈവത്തിൻ്റെ ആ ഒരു വഴിയിലൂടെയാണ് നിൻ്റെ മക്കൾ യാത്ര ചെയ്യുന്നത്. ഇന്ന് വേദപുസ്തകം വായിച്ചപ്പോൾ നമ്മൾ വായിച്ചല്ലോ, നല്ലിടയൻ അച്ഛൻ നല്ലൊരു പ്രസംഗമൊക്കെ ചെയ്തു. 2 പദങ്ങൾ എനിക്കതിനകത്ത് നന്നായി തോന്നി. ഒന്ന്, തൻ്റെ ഇടയൻ എന്നാണ്. തൻ്റെ ആടുകൾ, എൻ്റെ ഓണർഷിപ്പ്, ഓൺ ചെയ്യുന്ന ഒരവസരം. 2ാമത്തെ പാദം അന്യൻ, അപരിചിതൻ എന്നാണ് പുതിയ പരിഭാഷയിൽ ഉപയോഗിക്കുന്നത്. അപരിചിതൻ. ഒരിടയനെ സംബന്ധിച്ച് ആടുകൾക്ക് അപരിചിതനായി പോകരുത്. പിന്നെയോ എൻ്റെ ഓൺ ചെയ്യാൻ കഴിയുന്ന, ഓൺ ചെയ്യുന്ന ഒരു ഇടയനും ഒരു ആടും കൂടി ചേരുമ്പോഴേ ആ ഇടയൻ്റെ പ്രവർത്തനം, ഇടവകയുടെ പ്രവർത്തനം ഏറ്റവും നന്നാകും. അതിന് അച്ഛൻ്റെ തുടർന്നുള്ള ഭാവിയിൽ മുന്നോട്ടുള്ള വഴികളിൽ ഈ അപരിചിത്വത്തിൽ നിന്ന് അല്ല, ഓണർഷിപ്പാണ്, ഓൺ ചെയ്യുന്ന ഒരു സ്വഭാവം അച്ഛൻ എന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. അച്ഛനും കൊച്ചമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാ ഭാവങ്ങളും നേരുന്നു. ഇപ്പോൾ കേക്ക് കട്ട്. ടേബിൾ രാജീവ്. ഇപ്പോൾ ഫിലോ ജേക്കബ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള വർഗീസ് അച്ഛൻ, നമ്മുടെ പ്രിയങ്കരനായ ടി തോമസ് അച്ഛൻ, സ്മിത കൊച്ചുമ്മ, ക്രിസ്ജസ്, ഇവിടെ സന്നിധരായിരിക്കുന്ന ഏവർക്കും ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനം. ഇവിടെ വർഗീസ് അച്ഛൻ നമ്മെ ഓർപ്പിച്ചതുപോലെ നമ്മുടെ PG അച്ഛൻ സെൻഡ് ഓഫ് എല്ലാം കഴിഞ്ഞ് ആ ഒരു ഗ്യാപ്പിൽ ഇനിയും അടുത്തത് എങ്ങനെയാണ്, പുതിയ വികാരി എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ചിന്ത നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്നാൽ സഭ ഏറ്റവും അനുയോജ്യമായ അച്ഛനെയും കുടുംബത്തെയും തന്നെയാണ് നമ്മുടെ ഇടവകയുടെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുവാൻ വേണ്ടി അയച്ചത്. PG അച്ഛൻ്റെ പിൻഗാമിയായി AT അച്ഛൻ, നമ്മൾ നേരത്തെയും പറയുണ്ടായല്ലോ, മുംബൈയിലും ഇതുപോലെ തന്നെ ഫിലിപ്പ് ജോർജിന് ശേഷം AT തോമസ് അച്ഛൻ ശുശ്രൂഷ ചെയ്തു. ഇവിടെയും അപ്രകാരം തന്നെ അച്ഛനും കുടുംബമായി പിൻഗാമികളായി വരികയായി. ഈ 2.5 മാസത്തെ അച്ഛനോടൊപ്പമുള്ള ശുശ്രൂഷയിൽ, പരിചയത്തിൽ
ദീർഘനാളുകളുടെ ഒരു ബന്ധം പോലെയാണ് തോന്നുന്നത്. അത്രമേലൊരു സഹോദര ബന്ധം പ്രിയാച്ചൻ എന്നോട് നമ്മളോട് ഏവരോടും പുലർത്തുന്നു എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. അച്ഛൻ്റെ ഒരു പ്രധാന പോളിസിയാണ്, നമ്മൾ പലരും അത് അച്ഛനോടുള്ള സംസാരത്തിൽ കേട്ടിട്ടുണ്ട്, എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക, ബി ഹാപ്പി ഓൾവേസ്. പ്രകാരം ഒരു കോട്ടുണ്ട്, ദ ഓൺലി തിങ് യു ക്യാൻ കൺട്രോൾ ഇൻ യുവർ ലൈഫ് ഈസ് യുവർ ഓൺ ഹാപ്പിനെസ്. എനിക്ക് തോന്നുന്നു ആ ഒരു കോട്ടിൽ പറയുന്നത് പോലെ അത് അപ്പടി പിന്തുടരുന്ന ഒരു അച്ഛനാണ് നമ്മുടെ A.T. തോമസ് അച്ഛൻ. 100 വാട്ടിൻ്റെ ചിരിയും അല്ലെങ്കിൽ അതുക്ക് മേലെ വാട്ടുള്ള ചിരിയോടെ നമ്മളേവരെയും എപ്പോഴും ഗ്രീറ്റ് ചെയ്യുന്ന അച്ഛനും കൊച്ചമ്മയും കുടുംബവും ഒരു കുടുംബം പോലെയാണ് കഴിയുന്നത്. ഞാൻ മിക്കപ്പോഴും അവിടെ പാഷൻ ചെയ്ത് തന്നെ ആയിരിക്കും. വിസിറ്റ് കഴിഞ്ഞ് കൊച്ചമ്മ വിടത്തില്ല, കഴിച്ചിട്ട് പോകാൻ പറയും, പിന്നെ അവസാനം രാത്രി ആയിരിക്കും അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ അതുപോലെ നമ്മുടെ ഇടവേളയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി അച്ഛനും കുടുംബവും ഓപ്പൺ ഗേറ്റ്സ് ആണ്. നമുക്കറിയാം, ഗേറ്റുകൾ രണ്ട് എപ്പോഴും തുറന്നു കിടക്കും. പാസനേജിൻ്റെ ഗേറ്റ്സ് ആർ ഓൾവേസ് ഓപ്പൺ. അച്ഛൻ ഒരാളെ പരിചയപ്പെടുമ്പോൾ എല്ലാം പറയും, നിങ്ങൾ പാസനേജിലേക്ക് വരണമെന്ന്. ഇന്ന് അച്ഛൻ പ്രസംഗിച്ചപ്പോഴും 3 പ്രധാനപ്പെട്ട പോയിന്റ്സ് പറയുകയുണ്ടായി. ഞാനത് കേട്ടപ്പോൾ അത് അച്ഛൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് തന്നെ എനിക്ക് കണക്ട് ചെയ്യാനായിട്ട് തോന്നി. സ്ലീപ്ലെസ് ഷെപ്പേർഡ് ഇവിടെ വെൽക്കം അഡ്രസ്സിൽ ഓർമ്മിപ്പിച്ചു. അച്ഛൻ ഇവിടെ പള്ളിയിൽ വന്നിറങ്ങിയത് നമുക്കറിയാം, ഒരു ആംബുലൻസിലാണ് ആദ്യമായിട്ട് പള്ളിയിൽ വന്നിറങ്ങിയത്. നയനാനച്ഛൻ്റെ അടക്കത്തിൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് അച്ഛൻ ആംബുലൻസിലാണ് ആദ്യമായിട്ട് ഇവിടെ വന്നിറങ്ങിയത്. അന്ന് മുതൽ അച്ഛൻ്റെ സ്ലീപ്ലെസ് നൈറ്റ്സ് തുടങ്ങി. ഒരു സ്ലീപ്ലെസ് ഷെപ്പേർഡായിട്ട് അച്ഛൻ നമ്മോടൊപ്പം എന്നും സഞ്ചരിക്കുന്നു. നമുക്കറിയാം, ഇവിടെ ഓർപ്പിച്ചതുപോലെ നമ്മുടെ ലാൻഡിൻ്റെ അന്ന് മുതൽ തുടങ്ങിയ ആ ഒരു ഓട്ടം ഏറ്റവും വിശ്വസ്തയോടെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് അച്ഛൻ പൂർത്തീകരിച്ചു എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. നമ്മുടെ ദൈവത്തിന് സ്തോത്രം കരയേറ്റമുള്ളൊരു നിമിഷം കൂടിയാണ്. 2, അച്ഛൻ പറഞ്ഞു സെൽഫ്ലെസ് ഷെപ്പേർഡ്. വിസിറ്റിനൊക്കെ പോകുമ്പോൾ കഴിഞ്ഞ ദിവസവും അച്ഛനിടയ്ക്ക് കുറച്ച് അസ്വസ്ഥതകളുണ്ടായിരുന്നു, ക്ഷീണമുണ്ടായിരുന്നു, പനിയുടെ ലക്ഷണങ്ങളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അച്ഛാ ഇന്ന് റെസ്റ്റ് എടുക്കുക, കുഴപ്പമില്ല. എന്നാലും പറഞ്ഞില്ല, വിസിറ്റിന് പോകണം. സെൽഫ്ലെസ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഷെപ്പേർഡ് നമ്മുടെ ഇടവേക്ക് അച്ഛനും കുടുംബവുമായിട്ട് അപ്രകാരം ശുശ്രൂഷ ചെയ്യുന്നത് നമുക്ക് ഏറ്റവും അനുഗ്രഹപ്രദമാണ്. അതുകൊണ്ട് തന്നെയാണ് വന്ന് 2 മാസമേ ആയിട്ടുള്ളൂ, ഇപ്പോൾ ഏകദേശം 200ഓളം വീടുകൾ കവർ ചെയ്തു. നമുക്കറിയാം, നമ്മുടെ ഒരു ലൊക്കേഷൻ 80 വീടുകളേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷൻ നോക്കുമ്പോൾ വെഞ്ഞാറുമൂട് മുതൽ നമ്മുടെ വീടുകൾ കിടക്കുകയാണ്. അതുകൊണ്ട് ഒരു ദിവസം ഒരു 5-6 വീടുകൾ കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. എങ്കിലും ആ ഒരു ഓട്ടം ഏറ്റവും സ്ഥിരതയോടെ ഓടുകയും വളരെ ബോധ്യത്തോടെ ശുശ്രൂഷകൾ നിർവഹിക്കുന്നു. അവസാനം അച്ഛൻ പറഞ്ഞു ഫേസ്ലെസ് ഷെപ്പേർഡ്. വിസിറ്റിനൊക്കെ പോകുമ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ അച്ഛൻ പ്രസംഗിക്കുന്നത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ വീടുകളിൽ പോകുമ്പോൾ അവിടെയുള്ള ഓരോരുത്തരോടും അച്ഛൻ സംസാരിക്കും. അത് സെക്യൂരിറ്റി ആയിക്കൊള്ളട്ടെ, അവിടുത്തെ ജോലിക്കാരായിക്കോട്ടെ, ആരാണെങ്കിലും അവരെ ഗ്രീറ്റ് ചെയ്യാനായിട്ട് അച്ഛൻ മാർക്കുകയില്ല. അതുകൊണ്ട് അതൊരു നല്ലൊരു മാതൃകയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബിഹൈൻഡ് എവറി ഡെഡിക്കേറ്റഡ് പാസ്റ്റർ ദർ ഇസ് എ വെരി ഡെഡിക്കേറ്റഡ് ബെസ്ക്യാമോ. നമ്മുടെ സ്മിത കൊച്ചമ്മ ഇവിടുത്തെ ശുശ്രൂഷകൾക്ക് എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയും. അച്ഛൻ കൊച്ചമ്മയുടെ പാട്ട് കഴിഞ്ഞ ദിവസവും നടന്ന റിട്രീറ്റിലെല്ലാം എല്ലാവരും ഗ്രൂപ്പുകൾ ഇങ്ങനെ മെസ്സേജ് അയക്കുമായിരുന്നു. സേവാസം ഗ്രൂപ്പിലൊക്കെ ഞാൻ കാണുകയുണ്ടായി, കൊച്ചമ്മ യു ആർ സച്ച് എ ബ്ലെസ്സിങ്, വി ആർ സോ ബ്ലെസ്ഡ് ടു ഹാവ് യു ഹിയർ എന്നൊക്കെ. കൊച്ചമ്മയും അച്ഛനും ചേർന്നുള്ള പാട്ടുകൾ അവരൊരുമിച്ച്, അച്ഛൻ കീബോർഡ് വായിക്കും, ക്രിസ് ഇപ്പോൾ വന്നു, ജിസ്സും, എല്ലാവരും ഫുള്ളി ഫാമിലി, ഒരു ടാലൻറ്റഡ് ഗ്രൂപ്പായിട്ടാണ്, ഒരു ഫാമിലി ആയിട്ടാണ് അവർ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നത്. അത് നമ്മുടെ ഇടവയ്ക്ക്, നമ്മുടെ ഓരോ സംഘടനകൾക്കും വളരെ അനുപ്രദമാണെന്നുള്ളത് ഏറ്റവും സന്തോഷം നൽകുന്ന, നമ്മളേവരെയും നമുക്ക് ഏറ്റവും എനർജി നൽകുന്ന ഒരു വസ്തുതയാണ്. ഞങ്ങൾ വിസിറ്റിനൊക്കെ പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നില്ല, ഞാനും കളിയാക്കിയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഒരു ദിവസം പോയപ്പോൾ കൊച്ചമ്മയില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ കളിയാക്കുമെങ്കിലും അന്നേരം പറഞ്ഞു സ്മിതര ഉണ്ടായിരുന്നെങ്കിൽ രസമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത്, കുടുംബമായിട്ടുള്ള ഞങ്ങളുടെ സഞ്ചാരത്തിലും എല്ലാം ബാബുച്ചാനും സോണിച്ചാനും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ വിസിറ്റിനൊക്കെ പോകുമ്പോൾ വളരെ ആഘോഷമായിട്ടാണ് പോകുന്നത്. ഇപ്പം കളിയും ചിരിയും തമാശയൊക്കെ പറഞ്ഞ്. അതുകൊണ്ട്
അത്രത്തോളം സ്വാതന്ത്ര്യം നമുക്ക് ഏവർക്കും ഈ പറഞ്ഞ പോലെ 2.5 മാസം കൊണ്ട് നമ്മളെല്ലാവരും ഒരു കുടുംബം പോലെ ഏറ്റവും അടുത്ത് അച്ഛനും കുടുംബമായിട്ട് ബന്ധപ്പെടുന്നു എന്നുള്ളത് വളരെ നമുക്ക് ഏവർക്കും സന്തോഷം നൽകുന്ന ഒന്നാണ്. അതുകൊണ്ട് പ്രിയ അച്ഛനും കൊച്ചുമ്മയും ക്രിസ്സും ജിസ്സും ഒരു കുടുംബം പോലെ തന്നെയാണ് നമുക്ക് ഏവർക്കും. എനിക്ക് അപ്രകാരം തന്നെയാണ്, ഒരു കുടുംബം പോലെ കഴിയുന്നു. എന്നെ ഒരു മകനെ പോലെ എൻ്റെ ഒരു അപ്പൻ്റെയും അമ്മയുടെയും സ്ഥാനത്ത് നിന്ന് പ്രിയ അച്ഛനും കൊച്ചുമ്മയും സഹോദരങ്ങൾ ക്രിസ്സും ജിസ്സും ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കുന്ന ദൈവത്തിന് നന്ദി രേറ്റുന്നു. എൻ്റെ കൂടെയുള്ള പട്ടമേറ്റ അച്ഛന്മാരൊക്കെ പറയും, ഒരു വലിയ ദൈവരൂപയാണ് ഇപ്രകാരമുള്ള 2 ബെസ്റ്റ് അച്ഛന്മാരുടെ ശുശ്രൂഷ ചെയ്യാൻ സാധിക്കുന്നത്. ഒന്ന് ഫിലിപ്പ് ജോർജ് അച്ഛനും അതിനുശേഷം ഇപ്പോൾ A.T. തോമസ് അച്ഛനും. അതുകൊണ്ട് എൻ്റെ ഒരു ശുശ്രൂഷയുടെ പ്രാരംഭ കാലഘട്ടത്തിൽ ഇപ്രകാരം അച്ഛനോടൊപ്പം ശുശ്രൂഷ ചെയ്യുവാൻ, കുടുംബത്തോടൊപ്പം ആയിരിക്കാൻ സാധിക്കുന്നത് ഞാൻ ദൈവത്തിന് നന്ദി രേറ്റുന്നു, സ്തോത്രം കരയറ്റുന്നു. ഒരു പുരോഹിതൻ അവന് സ്വന്തമല്ല എന്ന ഒരു പുസ്തകത്തിൽ നിന്നുള്ള ഒരു വാചകം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഓ പുരോഹിത, നീ ആരാകുന്നു? നീ നിന്നിൽ നിന്ന് തന്നെയുള്ളവനോ അല്ല. നീ നിനക്ക് വേണ്ടി തന്നെയുള്ളവനോ അല്ല. നീ ദൈവത്തിനു വേണ്ടി ജീവിക്കാൻ കടപ്പെട്ടവനത്രേ. നീ നിൻ്റേതോ അല്ല. നീ എല്ലാവരുടെയും സേവകനത്രേ. നീ തന്നെയോ അല്ല. നീ മറ്റൊരു ക്രിസ്തു അത്രേ. കൃപമേൽ കൃപയായി, കരുണയിൻ മാരിയായി, പാറ്റൂർ സെന്റ് തോമസ് ഇടവകയുടെ വികാരിയായ പ്രിയ A.T. തോമസ് അച്ഛനും കുടുംബവും തുടർന്നും അച്ഛൻ്റെ വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ, ശുശ്രൂഷയിലൂടെ ക്രിസ്തുവിനെ ഞങ്ങൾക്ക് കാണുവാൻ ദൈവം അച്ഛനെയും കുടുംബമായി ശക്തി ഇരക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 25 years of service have been a testament to your unwavering faith as you mark another year of priesthood. May you find renewed energy and enthusiasm in your sacred duties. May you continue to inspire us all. Your service is indeed a blessing to us all. പ്രിയ അച്ഛനും കൊച്ചുമയും ക്രിസ്തും ജിസ്സും കുടുംബമായിട്ടുള്ള ശുശ്രൂഷയിൽ ദൈവം തുടർന്നും ബലപ്പെടുത്തട്ടെ, ശക്തിയിരിക്കട്ടെ. നമുക്ക് ഇടവകയായി കൂടുതൽ സന്തോഷിക്കുവാൻ, ദൈവത്തെ കൂടുതൽ അടുത്തറിയുവാൻ ദൈവം ഇടയാക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ചെറിയൊരാശംസ കൂടിയുണ്ട്. സെക്രട്ടറിയുടെ ജോർജ് കുട്ടി ഡാനിയൽ. ബഹുമാനമുള്ള അധ്യക്ഷൻ, വികാരി അച്ഛൻ, അച്ഛമ്മ, ഫിലോ അച്ഛൻ, വന്നുകൂടിയിരിക്കുന്ന ഏവരുമേ, അച്ഛനെ പറ്റി പറയാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചതൊക്കെ വൈസ് പ്രസിഡൻറ്റും ഫിലോ അച്ഛനും പറഞ്ഞു കഴിഞ്ഞു. 2.5 മാസത്തെ പരിചയമാണ് അച്ഛനുമായിട്ടുള്ളത്. എന്നാൽ ഒരു 2 വർഷത്തെ ഒരു ബന്ധം ഇടവകയിൽ അച്ഛൻ സ്ഥാപിച്ചതുപോലെയാണ് എനിക്ക് തോന്നാറുള്ളത്. അച്ഛനെ ഇടയ്ക്കൊക്കെ ഞാൻ വിളിക്കുമ്പോൾ അച്ഛോ വിസിറ്റ് എന്തുവായി, ഇനി വളരെ ചില ദിവസം പറയും നിന്നെ 100, അത് കഴിയുമ്പോൾ പറയും 75, 50, ഇങ്ങനെ അച്ഛനും കൊച്ചമ്മയും ഫിലോ അച്ഛനും കൂടി രാവിലെ ഇടവക സന്ദർശനത്തിൽ വളരെ താല്പര്യത്തോടെ പോവുകയും ഓൾമോസ്റ്റ് ഇനി എനിക്ക് തോന്നുന്നത് 50-ൽ താഴെ ഭവനങ്ങൾ മാത്രമേ സന്ദർശിക്കുവാനുള്ളൂ. അതിലിപ്പോൾ ഇവിടെ പ്രസ്താവിച്ചതുപോലെ നമ്മളൊക്കെ ഈ സ്കൂളിൽ പഠിക്കുമ്പം അതിർത്തി പറയുന്നത് കേരളത്തിൻ്റെ സഹ്യൻ മുതൽ അറബിക്കടൽ വരെ എന്ന് പറയുന്നത് പോലെയാണ് പാറ്റൂർ ഇടവകയെ സംബന്ധിച്ച്. അത്രത്തോളം വിസ്തൃതമായ ഒരു ഇടവകയാണ് പാറ്റൂർ ഇടവക. ഒറ്റപ്പെട്ട ഒരു വീടാണെങ്കിലും അവിടെ പോയേ പറ്റൂ. അത് അല്പം പ്രയാസമാണ്, നല്ല യാത്രയുണ്ട്. ഇതൊക്കെ അച്ഛന് വളരെ ആത്മാർത്ഥമായിട്ട് തീർത്തുകൊണ്ടിരിക്കുന്നു എന്നതിൽ അതിയായ സന്തോഷമുണ്ട്. നേരത്തെ ആമുഖമായിട്ട് പറഞ്ഞതുപോലെ തന്നെ ഇടവകയുടെ പ്രതിസന്ധി സമയത്ത് അച്ഛൻ വന്ന് ഒലിവറ്റ് ഹാളിൻ്റെ രജിസ്ട്രേഷന് വേണ്ടിയുള്ള എല്ലാ ഉദ്യമങ്ങളിലും അച്ഛൻ വളരെ ആത്മാർത്ഥമായിട്ട് നിന്ന് ഇടവകയുടെ ആവശ്യത്തെ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് ആ സമയത്ത് ഉചിതമായ തീരുമാനം എടുത്തതിൽ ഇപ്പോഴും ഞാൻ ഇടവകയ്ക്ക് വേണ്ടി അച്ഛനെ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ശ്രവിക്കുവാനിടയ വളരെ അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജിനായിട്ടും വളരെ സന്തോഷത്തോടെ, വെരി ഇൻസ്പയറിംഗ് മെസ്സേജ്. താങ്ക് യു അച്ഛൻ ഫോർ ദിസ് മെസ്സേജ്. അതുപോലെ തന്നെ ഒരു പട്ടക്കാരനാകുക എന്ന് പറയുന്നത്, അച്ഛനോട് ഇതിൻ്റെ ഈ മീറ്റിങ്ങിൻ്റെ കാര്യമൊക്കെ ഞങ്ങൾ ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത്, എൻ്റെ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനെ 50 വർഷമായ എം വർഗീസ് അച്ഛൻ മതി, ഞാൻ 25 ആയുള്ളൂ. 25-ാമത്തെ വയസ്സിൽ
പട്ടത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ച അച്ഛൻ ഇന്ന് 25 വർഷം പട്ടത്തെ ശുശ്രൂഷയിൽ ആയിരിക്കുന്നു എന്നുള്ളത് ഇത് ഒരു നിയോഗമായിട്ട് അച്ഛൻ കണ്ടതുകൊണ്ടാണ്. ഒരു പട്ടക്കാരൻ പലതും ത്യജിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഈ ഇട്ടിരിക്കുന്ന വസ്ത്രം പോലും നമ്മൾ ഓർക്കണം. നമുക്കൊക്കെ എത്രയോ ഉടുപ്പുകൾ മാറ്റിയിടാം, എത്ര ഇഷ്ടമുള്ള കളറിടാം. ഇതൊന്നും ഒരു പട്ടക്കാരനെ സംബന്ധിച്ച് സാധ്യമല്ല. എത്ര കളർ ഉടുപ്പിട്ടാലും നമ്മൾ കാണുന്നത് ഈ വെള്ളയാണ്. അതൊരു 5-6 മീറ്റർ ഉണ്ട്. അത് ഏറ്റവും വെണ്മയോടുകൂടി സൂക്ഷിക്കുക. വ്യത്യസ്തനാണ് ആൾക്കൂട്ടത്തിലും ഇടവകയിലും ഒരു പട്ടക്കാരനെ സംബന്ധിച്ച്. പട്ടക്കാരിൽ നിന്നും ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതാണ്. അത് ഇടവകയ്ക്ക് അച്ഛനിൽ കൂടിയും കൊച്ചമ്മയിൽ കൂടിയും ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ഏറ്റവും അനുഗ്രഹകരമാണ്. മെയ്ഡ് ഫോർ ഈച്ച് അതർ, അതായത് പാട്ട് രചിക്കും, സംഗീതം അച്ഛൻ പാടും, കീബോർഡ് വായിക്കും. ഇടവകയിലെ ഒരു ഇടവകയെ സംബന്ധിച്ച് ഇതാണ് നമുക്കാവശ്യം, അച്ഛൻ്റെ ഇൻവോൾവ്മെൻറ്റ്. അതുപോലെ തന്നെയാണ് അച്ഛൻ ഒരു മിതഭാഷിയാണ്. നമ്മുടെ PM എബ്രഹാം അച്ഛൻ പണ്ട് ഇവിടെ വന്ന് ആദ്യം നടത്തിയ പ്രസംഗം ഞാൻ ഓർക്കുന്നു. ഞാനൊരു ഗ്രാമീണനാണ്, എനിക്ക് ഈ നഗരത്തിലെ പട്ടണത്തിലെ കൗശലങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അതുപോലെയാണ് അച്ഛനെയും കാണുന്നത്. വളരെ ഓപ്പൺ മൈൻഡഡ്, ക്ഷോഭിച്ച് സംസാരിക്കുകയോ അങ്ങനെയൊന്നുമില്ല. വളരെ ഒരു തുറന്ന മനസ്സോടുകൂടി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുക. അതിലെല്ലാം ഉപരി ഇടവകയിലെ എന്ത് കാര്യമുണ്ടെങ്കിലും അത് ഞങ്ങൾ ചുമതലക്കാരെ അറിയിക്കുമെന്നുള്ളതാണ് അതിലെ ഏറ്റവും ഒരു വിശിഷ്ട സ്വഭാവമായിട്ട് ഞങ്ങൾ കാണുന്നത്. എന്ത് കാര്യമുണ്ടെങ്കിലും ഇടവകയുടെ എന്ത് പൾസ് ഉണ്ടെങ്കിലും ദാറ്റ് വിൽ ബി ഇൻറ്റിമേറ്റഡ് ടു അസ്. ഞങ്ങളടുത്ത് പറയും അച്ഛൻ എന്ത് കാര്യമുണ്ടെങ്കിലും. ഒരു പുതിയ മെമ്പർ വരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് പറയും. അതുപോലെ തന്നെ നമ്മുടെ ഇടവകയെ സംബന്ധിച്ച് മറ്റ് ഇടവക പോലെയുള്ള ഒരു ജോലിഭാരമല്ല പാറ്റൂർ ഇടവകയെ സംബന്ധിച്ച്. ഇതൊരു മദർ പാരിഷാണ്. ഒരു പട്ടക്കാരന് ആ ഇടവകയിലെ ജോലി മാത്രമല്ല, പ്രത്യേകിച്ച് പാറ്റൂർ ഇടവക വികാരിയെ സംബന്ധിച്ചുള്ളത്. ഇവിടെ ഈ ചുറ്റുപാടുള്ള എല്ലാ പള്ളികളുടെയും കല്ലറ പാറ്റൂർ പള്ളിയിലുണ്ട്. അതിൻ്റെ ആവശ്യങ്ങൾ, അതിൻ്റെ ശുശ്രൂഷകൾ, അതുപോലെ തന്നെ നമ്മുടെ പള്ളി പുതുക്കി AC ആയപ്പോഴത്തേക്ക് 3-ാം പള്ളി കല്യാണം, ഇങ്ങനെയുള്ള ഒരുപാട് അധിക ജോലികൾ അച്ഛന് വന്നുകൂടുന്നുണ്ട്. അതുപോലെ തന്നെ ഭവന സന്ദർശനത്തിൽ ചിലപ്പോൾ ഈ അച്ഛനെ പോലും അറിയാത്ത വീട്ടിലോട്ടാണ് ചെന്ന് കയറുന്നത്. അതിൻ്റെ കാരണം അവർ ഡുവൽ മെമ്പേഴ്സാണ്. കല്ലറയ്ക്ക് വേണ്ടി മെമ്പർഷിപ്പ് എടുത്ത പലരുമുണ്ട്. അച്ഛനെ അറിഞ്ഞുകൂടാ. ഈ നമ്മുടെ അസിസ്റ്റന്റ് വികാരി അറിഞ്ഞുകൂടാ. കൊച്ചമ്മ ചെന്നാൽ അവർ ചോദിക്കും ഈ അച്ഛനെ എവിടെ നിന്നാണ് വരുന്നത്. ആ അനുഭവമൊക്കെ അച്ഛന് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാരണം ചിലർ രജിസ്റ്ററിൽ പേരുണ്ടാവും, അവരെല്ലാം നമ്മുടെ മെമ്പേഴ്സ് ആയിരിക്കത്തില്ല. അവർക്കൊക്കെ മെമ്പർഷിപ്പ് വേറെ പള്ളികളിലാണ്. അവരുടെ മാസവരി പോലും അവർ കൊടുക്കാൻ താല്പര്യം ഇവിടെ അല്ല, അവിടെയാണ്. അപ്പോൾ ഇങ്ങനെ ധാരാളം അധിക ജോലി പാറ്റൂർ ഇടവക വികാരി എന്ന നിലയിൽ അച്ഛനെ നിർവഹിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പ്രഥമ ഇടവകയാണ്. അതിൻ്റെ വികാരിയായിട്ട് നമുക്ക് AT തോമസ് അച്ഛനെയും കൊച്ചമ്മയും ഈ കുടുംബത്തെയും ഇടവകയുടെ വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് ലഭിച്ചു എന്നത് അധികം സന്തോഷകരമാണ്. അച്ഛൻ്റെയും കൊച്ചമ്മയുടെയും സേവനങ്ങളെ ഓർത്ത് വളരെ നന്ദിയോടെ ഞങ്ങൾ ഓർക്കുന്നു. 25 വർഷം, ഇനിയും ധാരാളം വർഷങ്ങൾ ഇതുപോലെ തന്നെ എമർഗീസ് അച്ഛനെ പോലെ 50-ഉം അതിനപ്പുറവും സഭയിൽ ശുശ്രൂഷ ചെയ്ത്, അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്ത് അനേകരെ നേടുവാൻ തക്കവണ്ണം ഈ കുടുംബത്തിന്, പ്രത്യേകിച്ച് അച്ഛന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വന്നു ചേർന്ന നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, ഇടവകയുടെ പേരിലുള്ള ആശംസ ഏറ്റവും സ്നേഹത്തോടെ ആദരവോടെ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അച്ഛനെ സമർപ്പിക്കുകയും അറിയിക്കുകയും ചെയ്യും. ഇപ്പോൾ ഇടവകയുടെ ഒരു പാരിതോഷികം ട്രസ്റ്റി മിസ്റ്റർ സജി തോമസ് നൽകുന്ന. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വന്യ വൈദികരെ, ഇടവജനങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും വരുന്ന ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. 25 വർഷം പട്ടത്ത ശുശ്രൂഷയിലായിരുന്ന അച്ഛന് ഞാൻ 1-2 പോയിന്റുകളൊക്കെ പറയാൻ വന്നവരെല്ലാം എനിക്ക് മുമ്പേ വന്നവരൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാനൊരു ആവർത്തന വിരസത ഉണ്ടാക്കുന്നില്ല. ഫിലിപ്പ് ജോർജ് അച്ഛന് ശേഷം വരുന്നത് AT തോമസ് അച്ഛൻ ഒരു കൺവെൻഷൻ പ്രാസംഗികനാണെന്ന് ആണ് ആദ്യം ഞങ്ങളൊക്കെ അറിഞ്ഞത്. അത് തന്നെയാണ്. പക്ഷേ അപ്പോൾ ഓരോ ആഴ്ചകളിലും ഇങ്ങനെ ഓരോ കൺവെൻഷൻ പ്രസംഗമൊക്കെ നടത്തി വീണ്ടും ഒരു 12 മണി വരെയൊക്കെ ആവുമെന്നാണ് ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്നത്. എന്നാൽ
അച്ഛൻ ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരു ഷോർട്ട് ആൻഡ് ബ്രീഫ് മെസ്സേജ് തരികയും അത് ഇന്നും അതിനൊരു ഉദാഹരണമാണ്. വളരെ അനുഗ്രഹപ്രദമായ ഒരു മെസ്സേജാണ് തന്നത്. നല്ല ഇടയനെ പറ്റിയുള്ള ഒരു പല വേർഷനിലുള്ള, ഞങ്ങൾ വിചാരിച്ചതിനൊക്കെ അപ്രകാരമായിട്ടുള്ള പല വേർഷനിലാണ് അച്ഛൻ ഇന്നത്തെ പ്രസൻറ്റ് ചെയ്തത്. 25ൻ്റെ നിറവിലായിരിക്കുന്ന അച്ഛന് വലിയവനായ ദൈവം തമ്പുരാൻ ആയുസ്സും ആരോഗ്യവും അനുഗ്രഹങ്ങളും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഇടവകയായി ക്രമീകരിച്ചിരിക്കുന്ന ഒരു ചെറിയ ഉപഹാരം നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഞാനത് കൈമാറും. ഇനി പാട്ട് കഴിഞ്ഞിട്ട് മതി. നമസ്കാരം പാട്ട്. നിങ്ങളുടെ
ബഹുമാനപ്പെട്ട എ ടി തോമസ് അച്ഛൻ്റെ ജീവിതത്തിലെ ചില പ്രധാന നിമിഷങ്ങൾ കോർത്തിണക്കി അജി വാഴത്തറ ഒരു വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത്. എൻ്റെ കാര്യത്തിലും അജി ചെയ്തതാണ്, ഉറക്കളച്ചൊക്കെ ചെയ്തതാണ്. അജിയോടുള്ള സന്തോഷം അറിയിക്കുന്നു. ഇപ്പോൾ അത് നമുക്ക് ദൃശ്യം. ശിഷ്യൻ തീമോത്തിയോസിൻ എഴുതി പൗലോസാം ധന്യൻ മശിഹാതൻ സഭയിൽ നിൻ കൃത്യം സോദരപാരം സൂക്ഷിക്കാം അന്യ വീടുഭരിക്കുന്നു സൗമ്യ. ലൈറ്റ് ഒന്നും ഇട്ടേ. നാലാം ഞായറാഴ്ച 28 ജൂലൈ 28 രാവിലെ 10 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ VBS ഫോളോ അപ്പാണ്. മാതാപിതാ കുഞ്ഞുങ്ങളെ എല്ലാവരും അയക്കണം. നമ്മുടെ മാത്യു അച്ഛനാണ് ക്ലാസ് എടുക്കുന്നത്. അതിന് തുടർന്ന് ആ സമയം തന്നെ നമ്മുടെ സീനിയർ സിറ്റിസൻ്റെ നേതൃത്വത്തിൽ സ്കൂൾ ഓഫ് ഗമാലിയൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ സീനിയേഴ്സും വരണം. പേരൻസും സൺഡേ സ്കൂളിലെ കുഞ്ഞുങ്ങളുടെ പേരൻസും നമ്മുടെ സീനിയേഴ്സും അവർക്ക് ഒരു VBS
പാട്ടും സന്തോഷമുള്ളതാണ്. അതിന് ഫുഡ് എല്ലാവർക്കും ക്രമീകരിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം അനൗൺസ് ചെയ്യുന്നത് സ്കൂൾ ഓഫ് ഗമാലിയലിന് നിങ്ങൾ വരണം. 13 വർഷം മുമ്പ് അമേരിക്കയിൽ വെച്ച് ഞങ്ങൾ തുടങ്ങിയതാണ് ഈ സ്കൂൾ ഓഫ് ഗമാലിയൽ, എൽഡേഴ്സ് ബൈബിൾ സ്കൂൾ. അതിൻ്റെ ഒരു തുടക്കം. നിങ്ങൾ അത് വരണം എന്ന് സ്നേഹത്തോടെ ഞാൻ ഓർപ്പിക്കുന്നു. കഴിഞ്ഞ 25 വർഷം തിരിഞ്ഞു നോക്കുമ്പോൾ നന്ദിയല്ലാതെ ഒന്നും പറയാനായിട്ടില്ല. ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ 50 വർഷം ശുശ്രൂഷ ചെയ്ത അച്ഛൻ, 25 വർഷമുള്ള ഒരു കൊച്ച് അച്ഛനെ പറഞ്ഞ വാക്കുകളെ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. എൻ്റെ ഹൃദയത്തിൽ എന്നും ഞാൻ ഒരു മോഡലായി സൂക്ഷിക്കുന്ന പട്ടക്കാരിലൊരാളാണ് മെമ്മറീസ് അച്ഛൻ. എങ്ങനെ അച്ഛൻ്റെ തൊട്ട് പ്രസംഗിക്കാമെന്നാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യകാലം മുതലേ ശ്രദ്ധിക്കുന്ന ഒരു കഥയാണ്. അച്ഛൻ്റെ വോയിസ് മോഡുലേഷൻ, അച്ഛൻ്റെ ശബ്ദത്തിൻ്റെ ഗാംഭീര്യം അത്രയൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഞാൻ സാഹൂതം വീക്ഷിക്കുന്ന ഒരാളാണ്. അച്ഛൻ കഴിഞ്ഞ ദിവസമെല്ലാം പനിയായിരുന്നു, എനിക്ക് വേണ്ടി മാത്രമായിരുന്നു വന്നത്. അച്ഛനോടും കൊച്ചമ്മയോടും എൻ്റെ സ്നേഹം ഞാൻ അറിയിക്കുക അച്ഛാ. എൻ്റെ പ്രിയ സഹോദരൻ ഫിലോ അച്ഛൻ, അച്ഛനെ പറ്റി എന്തൊക്കെ പറയാനാണ്? ഒന്നും പറയാനില്ല, എല്ലാം ഒത്തിരി പറയാൻ കിടക്കുക. അച്ഛൻ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അച്ഛൻ. അച്ഛൻ ഞങ്ങളോടൊപ്പം അച്ഛന് ലഭിക്കുന്ന കൂട്ടായ്മയ്ക്ക് ഞാൻ നന്ദി പറയുക. അച്ഛനെ ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഒരു മകൻ്റെ സ്ഥാനത്തോ സഹോദരൻ്റെ സ്ഥാനത്തോ, എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ്റെ സ്ഥാനത്ത് മെമ്മറീസ് അച്ഛനുള്ളതുപോലെ തന്നെ എൻ്റെ സഹോദരൻ്റെ സ്ഥാനത്താണ്, അല്ലെ മകൻ്റെ സ്ഥാനത്താണ് പ്രിയപ്പെട്ട ഫിലോ അച്ഛൻ. എൻ്റെ ഇടവകയിലെ പ്രിയപ്പെട്ട ചുമതലക്കാരൻ. ഞാൻ വന്നപ്പോൾ പറഞ്ഞു ആംബുലൻസിലാണ് വന്നത്. സത്യ കറക്റ്റാണ്. ചരിത്രത്തിൽ മാർത്തോമാസഭയിൽ ആദ്യമായിട്ട് ഒരു അച്ഛൻ ആംബുലൻസ്. ഞാൻ ഇന്നേരം ഇത് ഓർത്തില്ല ഇങ്ങനെ സംഭവിക്കുന്നു. എന്നോട് ഫിലിപ്പ് ജോർജ്, എൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ പറഞ്ഞു, അച്ഛൻ കയറ്. ഇത്രയും ഒരു മണിയാവുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. ഇങ്ങോട്ട് വന്നിറങ്ങി. അതൊരു വലിയൊരു ഓർമ്മയായിരുന്നു. അത് ഇവിടെ നല്ലതായിട്ട് ചെയ്ത്. എനിക്ക് ഈ പാറ്റൂർ പള്ളിയെപ്പറ്റി ഭയങ്കര അഭിമാനമാണ്. ഞാൻ ചിന്തിക്കുമായിരുന്നു, ഞാൻ വിദേശത്ത് പല സ്ഥലങ്ങളിൽ ഞാൻ തുടങ്ങിയത് 3 ദിവസം ഒരു പള്ളിയിലിരുന്നാണ്, നെല്ലിക്കുന്ന്. അതിനുശേഷം ഞാൻ മിഷണറി അച്ഛനായിട്ട് ശിവനാപുരത്താണ്. പിന്നെ വടശ്ശേരിക്കര പള്ളിയിലാണ് വന്നത്. പിന്നെ ബോംബെയിൽ ചെമ്പൂർ ഫിലിപ്പ് ജോർജ് അച്ഛൻ്റെ പുറകെ. പിന്നെ അമേരിക്ക ഹ്യൂസ്റ്റണിൽ. പിന്നെ കോഴിക്കോട് കരുനാഗപ്പള്ളിയിലാണ്, ഡോർസിൻ്റെ പള്ളിയിൽ. പിന്നെ വെച്ചാൽ കാപ്പിൽ കായംകുളത്ത്. പിന്നെ പട്ടത്താനം കൊല്ലം, പാറ്റൂർ 25 വർഷവുമായി. ഒരു 5-8 പള്ളികൾ പണിയാൻ പറ്റിയുള്ള ഭാഗ്യം കിട്ടി. വലിയൊരു ഭാഗ്യം. കല്ലേലി എന്ന എൻ്റെ നാട്ടിൽ തന്നെ കല്ലേലി, അരുവാപ്പുരം, ഊട്ടുപാറയൊക്കെ എനിക്കിരിക്കാൻ സാധിച്ചു. 4 വർഷം ഞാൻ അങ്കോല ആശ്രമത്തിലായിരുന്നു. അച്ഛനാണെന്നൊരു ധാരണ കൊച്ചിനെ മുതലേ ഉണ്ടെങ്കിലും പിന്നെ അങ്ങ് പോവുക. അച്ഛനാകുമെന്നൊന്നും അറിയത്തില്ല. ഞങ്ങൾ എന്നെ സാബു തോമസ് എന്ന് പറഞ്ഞ അച്ഛനാണ് അങ്ങോട്ട് അയച്ചത്. എൻ്റെ കൂടെ അന്ന് വർക്ക് ചെയ്ത ഒരു വോളണ്ടിയർ ഇന്നും അച്ഛനായിട്ടില്ല. അദ്ദേഹം നല്ല മിഷണറിയാണ്, ബാബുക്കുട്ടി. KM ശൗമേലച്ഛനെ ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. എന്നെ രൂപപ്പെടുത്തിയ ആശ്രമം, മിഷൻ ഫീൽഡുകൾ. അതുകൊണ്ട് മിഷൻ പ്രവർത്തനങ്ങളോട് ഭയങ്കര ഒരു താല്പര്യവും സന്തോഷമുണ്ട്. ഞാൻ ഇടവകയിലിരുന്ന ആളുകളൊക്കെ എനിക്ക് അനുഗ്രഹമായിരുന്നു. പാറ്റൂർ ഇടവക, പട്ടത്താനം ഇടവകയിൽ ഏറ്റവും ബെസ്റ്റ് പാരിഷ് അവാർഡ് നേടിക്കൊടുക്കാൻ പറ്റി. 864 പ്ലാന്റ് ഞാൻ വെച്ചിട്ടുണ്ട്. 864 മൂട് ചെടി, 164 ബോഗൻവില്ല, 25 വെറൈറ്റീസ് എല്ലാം ഞങ്ങളുടെ കൈകൊണ്ട് നട്ട് നനച്ച് ഏറ്റവും ഹരിതമുള്ള പള്ളിയാക്കി. നിങ്ങൾ കണ്ട ഒരു ഫോട്ടോ ചൈൽഡ് വേഴ്സസ് സിനിമേനി ബെസ്റ്റ് പാരിഷ് അവാർഡ് നൽകിയതാണ്. അത് വലിയൊരു അഭിമാനമായി തോന്നുന്നു. എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഈ പാറ്റൂർ പള്ളിയുടെ അച്ഛനായിരുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. എല്ലാവരും നല്ല മനുഷ്യരാണെന്നുള്ളത് അതാണ് എന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം. അതായത് എല്ലാവരും നല്ല മനുഷ്യരായിപ്പോയി. എനിക്കതായി ചിരിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ചിരി ഞാൻ മാറ്റിയിട്ടില്ല. എൻ്റെ ഫാദർ ഭയങ്കര ചിരിയുള്ള ആളാണ്. എൻ്റെ അമ്മ ഒട്ടും ചിരിക്കാത്ത ആളാണ്. അപ്പൻ്റെ ആ ജീനാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ചിരി, ഭയങ്കര ചിരി. എനിക്ക് ചിരിക്കാത്ത ആളുകളെ കാണുമ്പോൾ അങ്ങ് വിഷമം തോന്നുന്നു. എന്ത് പറ്റിയവർ? അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും അങ്ങ് നല്ല മനുഷ്യരായിപ്പോയി. എല്ലാവരും എന്നെ സംബന്ധിച്ച് പാറ്റൂര് എല്ലാവരും എൻ്റെ ഹൃദയത്തോട് ചേർത്ത ആളുകളാണ്. 2.5 മാസമേ ഉള്ളൂ. ഞാൻ ഈ ചുമ്മാ പറയുന്നതല്ല. പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് ജോളിച്ചാൻ പറഞ്ഞില്ല, നല്ല അയൽപക്കം, ഇതുപോലൊരു അയൽപക്കം കിട്ടാനില്ല. ഞാൻ പറഞ്ഞതുപോലെ എപ്പോൾ കണ്ടാലും നമുക്കെന്തൊരു സഹോദര തുല്യ സ്നേഹം. ജെ കെ മുൻ ട്രസ്റ്റിയാണ്.
ജേക്കെ ആദ്യം ഞാൻ വന്നപ്പോഴേ മയങ്ങി വീണു ഇവിടെ. പിന്നെ ജേക്കോയും കൊണ്ട് ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യുമായിരുന്നു. സ്നേഹതുല്യമായ ഇടപെടൽ. സെക്രട്ടറി ജോറ് കുട്ടിച്ചാൻ ഒരു സഹോദരനെ പോലെ എന്നെ സ്നേഹിക്കുന്നു. ഞങ്ങളെ ട്രസ്റ്റി സഹിച്ചാൻ, അദ്ദേഹത്തിനൊക്കെ ഒത്തിരി തിരക്കുള്ളതിൻ്റെ മധ്യത്തിൽ, രാജീവ്, ഇവരൊക്കെ തിരക്കുള്ള ആളുകൾ, അവരെല്ലാവരും മധ്യത്തിൽ ചെയ്യുന്ന ശുശ്രൂഷകൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ബാബുവിന് വയ്യാതിരുന്നപ്പോൾ സോണിയാണ് എന്നെ വീടുകളിലെല്ലാം കൊണ്ട് നടത്തിയത്. സോണി എന്നെയും കൂടെ കണ്ടാൽ എന്നോട് ചോദിക്കും അനിയനാണോ എന്നെല്ലാവരും ചോദിക്കുക. അമ്മ പ്രസവിക്കാൻ പോയ ആളാ. ഭയങ്കര ഒരു അരങ്ങായിരുന്നു അങ്ങോട്ട് ചെന്ന്. കയറി ഇരുന്നാലുണ്ട് ഞങ്ങൾ രണ്ടും കൂടെ. സോണി ചെയ്ത് ഞാൻ മറക്കാൻ പറ്റത്തില്ല. എൻ്റെ പ്രിയ സുഹൃത്ത് സഹോദരൻ രാജൻ ബാബു, എനിക്ക് ഏറ്റവും വലിയ ദുഃഖമായിരുന്നു. ദൈവമേ, ഈ മനുഷ്യൻ ഞാൻ വന്നപ്പോഴേ വീണു പോയല്ലോ. ഇടയ്ക്കൊരു വീട്ടിൽ ഞങ്ങൾ 2 ആഴ്ച കഴിഞ്ഞ് ഇറങ്ങി വിസിറ്റ് ചെയ്യാൻ പോയി. അവിടെ ചെന്ന് തണ്ട് കിടന്ന് ഛർദ്ദിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് സംഘം എന്നൊക്കെ പറയുകയും ചെയ്തു. ഞാൻ പൊന്നുവൻ ഡോക്ടറിനെ ഉടൻ വിളിച്ച് ഇത് പാതകമായി, ഇമ്പരും കർത്താവെ, ആംബുലൻസിലാണ് ഓൾറെഡി വന്നത്, ഡോക്ടറെ രക്ഷപ്പെടുത്തണം. എന്തൊരു നന്മയായിപ്പോയി. പ്രിയപ്പെട്ട ബാബു സാറിൻ്റെ സ്നേഹം. യുവജന സഖ്യം, യൂത്ത് യൂണിയൻ, അജിയും റോണിയും അവരടങ്ങുന്ന ടീം, സജുൽ, കൊയർ, ശാന്തം സ്ക്വയർ ഭയങ്കര അഭിമാനമായി. ലോകത്താദ്യമായിട്ടായിരിക്കും ഇത്രയും പ്രായമുള്ള ഒരു ഡോക്ടർ പാട്ട് നേതൃത്വം കൊടുക്കുന്നതിൽ. പല പള്ളിയിലുണ്ട്. അദ്ദേഹം ഒരു വലിയൊരു മനുഷ്യനാണ്. നമ്മൾ ഈ പാട്ടിന് വേണ്ടി മരിക്കാനും തയ്യാറാകുന്നു. ഡോറോ ഫേസ് എല്ലാം എഴുതി വെച്ചിരിക്കുക ബാബുച്ചാൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ളത്, ഞാൻ ചുമ്മാ വെറും ഭാര്യയായിട്ടിരിക്കുന്നതേ ഉള്ളെന്ന്. വെറും ഭാര്യ. അങ്ങനെ ഒരു ഭാര്യ ഉണ്ടല്ലോ, പാട്ടിൻ്റെ മുറിക്കകത്ത് കയറിയുന്ന പാട്ട് കൂടി. അതിൻ്റെ എല്ലാം വ്യത്യാസമുണ്ട്. നല്ല പാട്ടുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. മനോജാനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ഭയങ്കര പാട്ടുകാരനാണ്. പക്ഷേ എനിക്കദ്ദേഹത്തെ കാണാൻ ഭാഗ്യം കിട്ടിയില്ല. അത് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. നിങ്ങളുടെ പാട്ടുകൾക്ക് നന്ദി. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഭാര്യയെയും പാട്ടിനകത്തോട്ട് കയറ്റിയതിൽ പ്രത്യേകം നന്ദി അറിയിക്കുക. ആനി, അതുപോലുള്ള ചുമതലക്കാർ, എല്ലാവരും ഉള്ള നന്ദി. സൺഡേ സ്കൂൾ എനിക്ക് ഭയങ്കര എഫക്റ്റ്. പിള്ളേരെ ഡാൻസ് കളിക്കുക. എൻ്റെ ശരീരം ഡാൻസിന് വഴങ്ങുന്ന ശരീരമേ അല്ല. എന്താണെന്നറിയത്തില്ല. ഈ പിലോച്ചൻ്റെ കൂടെ കൂടിയ പിന്നെ തോന്നുന്നു ഡാൻസ് സ്കൂളിൽ. യുവജന സഖ്യം, സൺഡേ സ്കൂൾ, സേവിയാ സംഘം പറഞ്ഞറിയിക്കാൻ വയ്യ. എൻ്റെ വീട്ടിലെല്ലാം പെൺപിള്ളേരായിരുന്നു. 6 പെണ്ണും ഞാനൊരാണുമായിരുന്നു. അതൊക്കെ നിരന്നിരിക്കുന്ന കണ്ടില്ലേ. ഞങ്ങളുടെ അമ്മ ഇവരുടെ മുഖത്ത് നോക്കുമ്പോൾ അമ്മയ്ക്ക് ദുഃഖമായിരുന്നു. എവിടെ പോയി അവസാനിക്കുക. പക്ഷെ ഓരോരുത്തരും പ്ലേസ് ചെയ്യപ്പെട്ടു ഏറ്റവും ബെസ്റ്റായിട്ട്. അതുകൊണ്ട് സഹോദരിമാരെ, ഈ അമ്മമാരൊക്കെ കാണുമ്പോൾ ഈ ആൻറ്റി എന്നൊക്കെ വിളി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ലോകത്തുള്ള എല്ലാം ആൻറ്റിമാരെ, അങ്കിളും ആൻറ്റി, അമ്മച്ചിമാരും അമ്മാമ്മമാരുമായിട്ടുള്ള ഒരു ടീം. നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങൾ തരുന്ന സ്നേഹത്തിന് ഞാൻ നന്ദി പറയും. എൻ്റെ യങ് ഫാമിലി ഒരു മീറ്റിങ്ങെ കൂടി ഇപ്പോൾ ഇന്നുണ്ട് വൈകിട്ട്. അവരുടെ സ്നേഹം, സീനിയർ സിറ്റിസൺ, അയ്യോ എൻ്റെ തമ്പുരാനെ, അലസച്ചാൻ്റെ നേതൃത്വത്തിൽ സീനിയേഴ്സ്. ഇനി അവരാണോ ഇനി ഇതെല്ലാം കൈയടക്കുന്നത് എനിക്ക് സംശയമുണ്ട്. എല്ലാ മാസവും പ്രോഗ്രാമാണ്. അവരെ ഞാൻ ഓർക്കും. വികസന സംഘം എല്ലാം ഒന്നുക്കൊന്ന്. ഇനി നമ്മൾ ഓട്ടിസ്റ്റിക് ബാധിച്ച കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു സംഘടന അടുത്ത മാസം തുടങ്ങിയാണ്. ഹോപ്പ്. 8 പേര് നമ്മുടെ ഇടയിലുണ്ട്. ഡൗൺ സിൻഡ്രോം, ഓട്ടിസം ബാധിച്ച. ഹോപ്പ് മാസത്തിലൊരിക്കൽ ആരംഭിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി. ഞാൻ ഈ പട്ടത്താനത്ത് ചെന്നപ്പോൾ 5 വർഷമായിരുന്നു. പട്ടത്താനം എൻ്റെ ഒരു വീടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പറ്റൂര് അത്രയൊന്നും സ്നേഹം കാണത്തില്ല, ഗൗരവത്തിലൊക്കെ ഇങ്ങനെ ഇരിക്കല്ലേ. പക്ഷെ വീട്ടിൽ ചെന്നപ്പോഴോ എന്തോ നല്ല മനുഷ്യരാണ്. വീട്ടിൽ നിന്ന് പോയാൽ പിന്നെ പോരാൻ തോന്നത്തില്ല. അതുപോലെ സ്നേഹം. ഞാൻ ചുമ്മാ ഇത് പറയുന്നതല്ല. കുഞ്ഞുങ്ങൾ, യൂത്ത്സ്, നിങ്ങളുടെ സ്നേഹത്തിനായിട്ട് ഞാൻ നന്ദി പറയും. എൻ്റെ അപ്പനെ ഞാൻ ഈ സമയത്ത് ഓർക്കണം. അപ്പൻ ആഗ്രഹിച്ചതാണ് എൻ്റെ അപ്പച്ചൻ ഇന്ന് ഈ ദിവസം ഒന്ന് കാണണമെന്ന്. എന്നാൽ 3 മാസം മുമ്പ് അദ്ദേഹം മരിച്ചുപോയി. 95 വയസ്സായിരുന്നു മരണത്തിന്. പക്ഷേ അത് ജീവിതത്തിൽ ഒത്തിരി ആഗ്രഹിച്ച ആളാണ്. അമ്മ എന്നെ ഈ പട്ടക്കാരനായിട്ട് ആഗ്രഹിച്ച ഒരാളാണ് അമ്മ. അമ്മയും അപ്പനെയും നോക്കാൻ പറ്റിയെന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ ഈ പട്ടത്താനത്ത് പാറ്റൂര് വരുമ്പോൾ എനിക്ക് ഏറ്റവും ഉള്ളൊരു വിഷമം എന്ന് പറഞ്ഞാൽ, പേരൻസ്, മക്കൾ ദൂരെ,
പേരൻസ് അവരെ എൻ്റെ മുഖത്ത് കാണുമ്പോൾ എൻ്റെ അമ്മയെ പറ്റി ഓർക്കും, എൻ്റെ അപ്പനെ പറ്റി ഞാൻ. അതുകൊണ്ട് ഏതൊരു പേരൻസിൻ്റെ കയ്യെ പിടിച്ച് പോകുമ്പോൾ എനിക്കൊരു തുള്ളി കണ്ണീരില്ലാതെ ഞാൻ ഒരു വീട്ടിലും വിസിറ്റ് ചെയ്തിട്ട് എൻ്റെ അപ്പനെയും അമ്മയെ എനിക്ക് ഓർക്കുകയാണ്. അവർ എൻ്റെ സഹോദരിമാർ. ഞാൻ അച്ഛനാകാൻ വേണ്ടി, നിങ്ങൾക്കറിയാമല്ലോ, വീട്ടിൽ ഒരു 7 പേര്, 6 പെണ്ണും ഒരാണും ഉള്ളൊരു വീടിനെ പറ്റി നിങ്ങൾക്കറിയാമല്ലോ. ഇവരെ കെട്ടിച്ചു വിടുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. അപ്പം എന്നെ വിദേശത്തൊക്കെ വിടാനൊക്കെ പ്ലാൻ ചെയ്തു ഡിഗ്രി കഴിഞ്ഞപ്പോൾ. അതിന് എൻ്റെ ആളുകളെല്ലാം ഉണ്ടായിരുന്നു. ആരാംകോയിൽ അന്നത്തെ എഞ്ചിനീയർ ഞങ്ങളുടെ എൻ്റെ സഹോദരനൊരാളായിരുന്നു. എല്ലാം കൊണ്ടുപോകാൻ ചട്ടം കെട്ടിയപ്പോൾ എന്നെ പറഞ്ഞു അവനെ എന്നെ വിടാനുള്ളതല്ല. അപ്പോൾ പറഞ്ഞു, അമ്മാമ്മയെ നോക്കൂ, 6 പെണ്ണിനെ കെട്ടിച്ച് തകർന്നിരിക്കുക. ഇവനെ ഇനി അച്ഛനാക്കി വിട്ടാൽ എന്തുവാ പ്രയോജനം? ഈ വീട് രക്ഷപ്പെടണ്ടേ, വലിയ വീട് വെക്കണ്ടേ? എൻ്റെ അമ്മ വിട്ടില്ല. അമ്മ പറഞ്ഞു ഇവനെ ദൈവത്തിന് വേണ്ടിയുള്ളതാണ്. കാരണം അമ്മയുടെ 40ാമത്തെ വയസ്സിലെയാണ് ഞാൻ, 41ാമത്തെ വയസ്സിലെ ആളാണ് ഞാൻ. എൻ്റെ മൂത്ത പെങ്ങൾക്ക് എന്നെക്കാളും മൂത്ത പെങ്ങളുടെ മോളും ഞാനും തമ്മിൽ ഏകദേശം 1 വയസ്സിന് വ്യത്യാസം. ഈ ഒരു ശുശ്രൂഷയ്ക്ക് എൻ്റെ അപ്പനും അമ്മയും എന്നെ വിട്ടു തോർത്തി ഞാൻ നന്ദി പറയാം. എൻ്റെ സഹോദരങ്ങൾ, സ്മിത എൻ്റെ ഭാര്യ, സത്യം ഞാൻ അങ്ങനെ എൻ്റെ ഭാര്യയെ അങ്ങനെ പൊക്കുന്ന ഒരാളല്ല. എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒത്തിരി ഒരു കപ്പാസിറ്റി വന്നിട്ടുണ്ട് പാടാനും. അതിന് വലിയൊരു സന്തോഷം. ദ സെലക്ഷൻ ഗോഡ് സെലക്റ്റഡ്. 2 കുഞ്ഞുങ്ങൾ, ജിസും ക്രിസും. എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. എനിക്ക് വലിയ സന്തോഷം. 25ാമത്തെ വർഷത്തിൽ എൻ്റെ കുഞ്ഞ് ഓർഗൻ വായിച്ച് എനിക്ക് കുർബാന ചൊല്ലി എന്നുള്ളൊരു ഭാഗ്യം. ഞാൻ അവനെ ഓർഗൻ വായിക്കാൻ പഠിപ്പിച്ചത് എൻ്റെ ജീവിതത്തെ വലിയൊരു ഭാഗ്യമാണ്. എൻ്റെ ഇളയ മോൻ, എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു കൊയറിൽ പാടണം, അതും സാധിച്ചു. സ്മിതയുടെ മാതാപിതാക്കൾ, സ്മിതയുടെ പപ്പ ഒരു മിലിറ്ററി ഓഫീസറായിരുന്നു, കോവിഡിന് മരിച്ചുപോയി, കാണാൻ പറ്റിയില്ല. അതൊക്കെ ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. സ്മിതയുടെ മദർ ഒരു ഹെൽത്തിലെ ജീവനക്കാരിയായിരുന്നു, ഹെൽത്തിലെ ഓഫീസറായിരുന്നു, ഡിസ്ട്രിക്ട് ഓഫീസറായിരുന്നു. ഇപ്പോൾ അവരെല്ലാം പൂനെയാണ്. അവരിൽ നിന്നൊക്കെ ലഭിച്ച ഒത്തിരി നന്മകളെ ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. ഇവിടെ വന്ന കാലം മുതൽ നിങ്ങൾ തരുന്ന സ്നേഹത്തിന്, പ്രത്യേകിച്ച് പൊന്നുവൻ ഡോക്ടറിനെ എനിക്ക് മറക്കാൻ സാധിക്കത്തില്ല. ഈ വന്ന ഇടയ്ക്ക് എത്രയോ വട്ടം പല ആവശ്യത്തിന് ഞാൻ വിളിച്ചു. എല്ലാത്തിനും ഞാൻ നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കേക്കൊക്കെ ഒന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിച്ചതേ ഇല്ല. നിങ്ങൾ അതെല്ലാം എനിക്ക് വേണ്ടി ക്രമീകരിച്ച് തന്നോർത്ത് ഇത്രയും നിങ്ങളിരുന്നല്ലോ. എല്ലാം വാർദ്ധക്യത്തിലും ഷുഗറും പ്രഷറും ഉള്ള ആളുകളാണ്. നിങ്ങളിരുന്നതിൽ ഞാൻ നന്ദി പറയുന്നു. എന്നെ ഞാനാക്കിയ ദൈവത്തിന് മുമ്പിൽ എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുകയാണ്. എനിക്കൊത്തിരി ഇച്ചിരൂടെ നല്ലതായിട്ട് ജീവിക്കണമെന്നുണ്ട്, കുറേ കൂടെ നല്ലതായിട്ട്. 25 വർഷം പൂർത്തീകരിക്കുമ്പോൾ ഇച്ചിരൂടെ നല്ലതായിട്ട് ഇടവയിൽ പ്രവർത്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. നിങ്ങളോടെല്ലാവരോടും എനിക്കിഷ്ടമേ ഉള്ളൂ. എൻ്റെ ഇടയിൽ എന്നോട് പിണങ്ങിയിട്ടുള്ള അധികം പേരില്ല, പക്ഷേ എന്നോട് പിണങ്ങിയിട്ടുള്ളവരോടും എനിക്കിഷ്ടമായിരുന്നു. കാരണം അന്നേരത്തെ ഒരു കാര്യത്തിന് എന്തെങ്കിലും പറയുന്നതാണ്. നിങ്ങൾ ആദ്യം പാഴ്സനയിൽ വന്ന, ഇന്ന് ഇവിടെ വന്നപ്പോൾ ജോൺ ഷോമൽ സാറാണ് എന്നെ ആദ്യമായിട്ട് ഇവിടെ കാണാൻ വന്നത്. ഒരു സ്കൂട്ടറുണ്ട്, ആ സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് കിലോമീറ്റർ കണക്കിന് വന്നല്ലോ. എല്ലാവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. നിങ്ങളുടെ സ്നേഹത്തിന്, കരുതലിന് ഞാൻ നന്ദി പറയുന്നു. പ്രിയപ്പെട്ട ബാബുച്ചാന് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ ഒരു ഡെഡിക്കേഷൻ്റെ ഭാഗമായി ഒരു പാട്ട് ഞങ്ങൾ പാടി എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു സ്നാക്സ് ക്രമീകരിച്ചിട്ടുണ്ട്, അതിലൂടെ പങ്കെടുക്കണം എന്ന സ്നേഹത്തോടെ ഞാൻ ഓർപ്പിക്കുന്നു. ഇതുവരെ എത്തുവാൻ നീ മാത്രമെൻ ദൈവമേ. ഞങ്ങളിതുവരെ എത്തുവാൻ നീ മാത്രമെൻ യേശുവേ. കഴിവല്ല നിൻ കൃപയാണേ, ദയമല്ല നിന്ദയയാ
നീ മാത്രമെൻ ദൈവമേ. ഞങ്ങളിതുവരെ എത്തുവാൻ നീ മാത്രമെൻ യേശുവേ. രോഗിയായി മാറിയപ്പോ യഹോവ റാഫയായി. രോഗിയായി മാറിയപ്പോ യഹോവ റാഫയായി. തോൽവികൾ വന്ന നേരം യഹോവ നിസിയായി. തോൽവികൾ വന്ന നേരം യഹോവ നിസിയായി. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. ഞങ്ങളിതുവരെ എത്തുവാൻ നീ മാത്രമെൻ ദൈവമേ. ഞങ്ങളിതുവരെ എത്തുവാൻ നീ മാത്രമെൻ യേശുവേ. ഫിലിപ്പ് ജോർജ് അച്ഛനെ പറ്റി ഒരു വാക്ക് പറയാതെ പോയാൽ നന്ദിയല്ല. ഫിലിപ്പ് ജോർജ് അച്ഛൻ എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്. ഫിലിപ്പ് ജോർജ് അച്ഛൻ അച്ഛൻ എനിക്ക് വേണ്ട പ്രോത്സാഹനം നൽകിയ ഒരാളാണ്. അച്ഛൻ്റെ പ്രഗത്ഭമായ നേതൃത്വമാണ് ഈ പള്ളി ഇന്നും ശക്തമായി നിൽക്കുന്നത്. ജൂനിയറും മെനും അച്ഛൻ മുതൽ പ്രഗത്ഭരായ എത്രയോ വൈദികർ, അതുപോലെ തന്നെ ജോയിച്ചാൻ എത്രയോ വർഷം മുമ്പ് കൊച്ചുമോ വക്കീലിൻ്റെ സഹോദരൻ എബ്രഹാം തോമസ് ജോജിച്ചാനെ എൻ്റെ സഹോദരനെ പോലെ ഞങ്ങൾ സ്നേഹിക്കുന്ന ഒരാളാണ്. അവരൊക്കെ ചെയ്ത എല്ലാ നന്മകളെയും ഞാൻ ഓർത്തുകൊണ്ട് എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ മറുപടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആരെങ്കിലും വിട്ടുകൊണ്ട് ക്ഷമിക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ഇപ്പോൾ ട്രസ്റ്റി അക്കൗണ്ട്സ് മിസ് രാജീവ് വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നു. നമ്മുടെ ഇടയുടെ പ്രിയങ്കരനായ ദിവ്യശ്രീ A.T. തോമസ് കശീശയുടെ പട്ടത്ത ശുശ്രൂഷയുടെ 25-ാം വാർഷിക അനുമോദന ചടങ്ങിനായി ഒത്തുകൂടിയിരിക്കുന്ന ഏവർക്കും ക്രിസ്തയേശുവിൻ്റെ ധന്യനാമത്തിലുള്ള സ്നേഹവന്ദനം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഏവരുടെയും മനസ്സിൽ ഇടം പിടിച്ച നമ്മുടെ ഇടവകാരി A.T. തോമസ് അച്ഛനെക്കുറിച്ച് നല്ല വാക്കുകൾ ഇപ്പോൾ നാം കേട്ടുകഴിഞ്ഞു. നമ്മുടെ ഇടവക അസിസ്റ്റൻറ്റ് വികാരി റവറൻ ഫിലോ ജേക്കബ് അച്ഛൻ പറഞ്ഞതുപോലെ ഇപ്പോഴും തുറന്നു കിടക്കുന്ന പാഴ്സനേജിൻ്റെ ഗേറ്റ് ഈ അച്ഛൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലുള്ള ഒരു മനസ്സിൻ്റെ ഉടമ കൂടിയാണ് അച്ഛൻ. ചെടികളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന അച്ഛൻ പാട്ടിനോടുള്ള സ്നേഹവും നമ്മൾ പല പ്രാവശ്യം അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവരെ വരെ ഒരുപോലെ ചേർത്ത് പിടിക്കുന്ന അച്ഛനെ ഈ 25 വർഷത്തെ ശുശ്രൂഷയിൽ എല്ലാ ആശംസകളും നേരുന്നു. അച്ഛനെ താങ്ങായി നിൽക്കുന്ന കൊച്ചമ്മയെയും മക്കളെയും ഈ അവസരത്തിൽ പ്രത്യേകമായി ഓർക്കുന്നു. ഈ യോഗത്തിൽ വന്ന് സംബന്ധിച്ച് ഇതൊരു വിജയമാക്കി തീർത്താൻ സഹായിച്ച ഓരോരുത്തരോടും നന്ദി പറയുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. ആദ്യമായി നന്ദി പറയേണ്ടത് ഈ യോഗത്തിൽ അധ്യക്ഷസ്ഥാനം വഹിക്കുന്ന M. വർഗീസ് അച്ഛനോടാണ്. അച്ഛന് എൻ്റെ പേരിലും ഇടവയുടെ പേരിലുമുള്ള നന്ദി ഈ സമയത്ത് അവതരിപ്പിച്ചു. ഈ യോഗത്തിൽ അങ്ങേയറ്റം വിജയകരമാക്കി തീർത്ത ഇടവ ജനങ്ങളോടും ഭാരവാഹികളോടും ഉള്ള നന്ദി ഈ സമയത്ത് ഞാൻ അറിയിച്ചുകൊള്ളുന്നു.
ഈ യോഗത്തിൽ പോസ്റ്റർ ഡിസൈൻ ചെയ്ത ശ്രീ സോജൻ സി തങ്കച്ചനോടും അജി വാഴത്തറയോടും നന്ദി അവതരിപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്നും വിരമിക്കുകയാണ്. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ദൈവമേ, ഇങ്ങനൊരു അവസരം ഈ കൂടിയൊരുവ് ദൈവം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്ന ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിനും അവരുടെ കൂട്ടായ്മയിൽ അവരോടൊപ്പം പ്രവർത്തിക്കുന്നതിനും ഞങ്ങൾക്കെല്ലാവർക്കും തുടർന്നും സഹായിക്കണം. അച്ഛനെ കുടുംബം അനുഗ്രഹിക്കണം. നിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി ഞങ്ങളും ഈ ലോകത്തിൽ നിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ സഹായിക്കണം. യേശു നാമത്തിലുള്ള ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, ഏകപുത്രൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ അനുഗ്രഹങ്ങൾ പ്രിയരെ നാം എല്ലാവരോടും, പ്രത്യേകിച്ച് അച്ഛനോടും കുടുംബത്തോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. സ്നാക്സ് കഴിച്ചതിന് ശേഷം നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെല്ലാവരും തിരികെ പള്ളിയിൽ തന്നെ പ്രവേശിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ യൂത്ത് സ്റ്റുഡൻറ്